ഫ്രണ്ട്സ്, എൻ്റെ പേര് റോഷൻ. ഞാൻ ഇറിഗേഷൻ MVIP പിറവ സെക്ഷൻ 3rd ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്ത് വരികയാണ്. ഞാൻ 2015 ബിടെക് സിവിൽ പാസ്സാവുന്നത്. എനിക്ക് പണ്ട് തുടങ്ങിയുള്ള ഒരു ആഗ്രഹമായിരുന്നു സിവിൽ എന്നുള്ളത്. അതുകൂടാതെ അതിനോടൊപ്പം തന്നെയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബിടെക് കഴിഞ്ഞ ഉടനെ ഞാൻ അന്വേഷിച്ചത് ബിടെക് സിവിലിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തുള്ള ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിനെ പറ്റിയാണ്. എന്റെ വീട് നോർത്ത് പറവൂരാണ്. പക്ഷെ എനിക്ക് അങ്ങനെ അന്വേഷിച്ചപ്പോ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ എന്റെ ഒരു ഫ്രണ്ടാണ് ഷിൻഡോ സാറിന്റെ ഹോളിമാത അക്കാഡമിനെ പറ്റി റെഫർ ചെയ്തത്. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഹോളിമാത അക്കാഡമിയിൽ ജോയിൻ ചെയ്ത ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം എക്സാം ഒന്നും ഇല്ലാത്ത സീസൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതും സൺഡേസിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് കുറെ പ്രോഗ്രാംസും ഇതൊക്കെ ഉള്ളതുകൊണ്ട് സൺഡേസിലെ ക്ലാസ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം 2019 ആണ് PWD ഇറിഗേഷൻ 3rd ഗ്രേഡിന്റെ എക്സാമിന്റെ അതിനുവേണ്ടി വിളിക്കുന്നത്. ആ ടൈമില് ഞാൻ കോട്ടോളി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് സെക്ഷനിൽ ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. അപ്പോഴാണ് ഇതിന് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് കോച്ചിങ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. 7 മണിക്കായിരുന്നു ആലുവയിൽ ക്ലാസ്. ഞാൻ മാരീഡ് ആണ്. അപ്പൊ എനിക്ക് രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ രാവിലെ ആലുവയിൽ പോയി 7 മണിക്കുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്ത് 9 മണി വരെ ആലുവയിൽ ക്ലാസ് ഉണ്ടായിരുന്നേ തിരിച്ച് വീട്ടിലെത്താന്നുള്ളത്. അപ്പോൾ വീട്ടിലെ പണിയും പിന്നെ ഓഫീസിലെ ജോബും ക്ലാസ്സും ഒക്കെ കൂടി ഒരുമിച്ച് ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഹസ്ബൻഡ് അമ്മയുടെ ഹെൽപ്പോടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് 6:30 ഞാൻ വീട്ടിൽ നിന്ന് പോകും. 7 മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് 9 മണിക്ക് തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ തന്നെ അമ്മ ഫുഡ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതെടുത്തുകൊണ്ട് ഓഫീസിൽ പോകും. തിരിച്ചു വന്നു കഴിഞ്ഞാലും ഞാൻ പഠിക്കാൻ കയറും. ആ ടൈമില് ഷിൻഡോ സാറ് ഞങ്ങൾക്ക് പ്രിന്റഡ് നോട്ട്സ് തരുമായിരുന്നു. എല്ലാ സബ്ജക്റ്റിനും പറ്റിയുള്ള പ്രിന്റഡ് നോട്ട്സും എല്ലാ സബ്ജക്റ്റിനെയും ഏതൊക്കെ ടോപ്പിക്സിനെ പറ്റിയുള്ള പ്രിന്റഡ് നോട്ട്സ് ആയിരുന്നു. ആ പ്രിന്റ് നോട്ട്സിൽ പീസിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസും ഉണ്ടാകും. അങ്ങനെ എല്ലാ സബ്ജക്റ്റിനെ പറ്റിയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ സാറ് നമുക്ക് ക്ലാസ്സിൽ ഭയങ്കര മോട്ടിവേഷനൊക്കെ തരുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രിന്റഡ് നോട്ട്സ് മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസത്തോളം മാത്രമാണ് എനിക്ക് ടൈം ഉണ്ടായിരുന്നത്. 1.5 മാസം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടുള്ളൂ. അപ്പോ ഈ പ്രിന്റഡ് നോട്ട്സ് മാത്രം പഠിച്ച് ആണ് ഞാൻ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കൈ കിട്ടിയപ്പോൾ ശരിക്കും ഷോക്കായിരുന്നു. കാരണം സാറ് പ്രിന്റഡ് നോട്ട്സിൽ എന്താണ് തന്നെ, ഏത് ക്വസ്റ്റ്യൻസ് ആണ് തന്നെ അതിന്റെ ഓപ്ഷൻസ് വരെ സെയിം ആയിരുന്നു. അപ്പോ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഷോക്കായി. സാറിന് അത്രയും ഞാൻ സാറിൽ കണ്ടൊരു എന്തൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഏത് ടീച്ചേഴ്സിനും ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു സബ്ജക്റ്റിലായിരിക്കും ഭയങ്കര നോളജ് ഉണ്ടാവാം. ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ക്വാളിറ്റി. പക്ഷെ സാറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് എല്ലാ സബ്ജക്റ്റിനെ പറ്റിയും നല്ല ഡീപ്പ് നോളജ് ഉണ്ട്. അത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എങ്ങനത്തെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് വരാം, അതിന്റെ ഏതൊക്കെ ഓപ്ഷൻസ് വരാം എന്നുവരെ സാറിന് നല്ല ധാരണയുണ്ട്. അതാണ് ഞാൻ സാറിലെ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പോൾ അങ്ങനെ എനിക്ക് ആ എക്സാം എഴുതി ഇപ്പോ ഇറിഗേഷനിൽ തന്നെ എനിക്ക് PWD ഇറിഗേഷനിലാണ് ജോലി കിട്ടിയത്. ഞാനിപ്പോ പഠിച്ചിറങ്ങുന്ന എന്റെ ഫ്രണ്ട്സിനും പിന്നെ എന്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവരോടൊക്കെ അവർക്ക് ഗവൺമെന്റ് സർവീസിലോട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ ഹോളിമാത അക്കാഡമി ഷിൻഡോ സാറിനെ റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം എനിക്ക് വേണ്ടി എനിക്ക് എല്ലാ മോട്ടിവേഷനും തന്ന് എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന് കൂടെ ഹോളിമാത അക്കാഡമിക്കും ഷിൻഡോ സാറിന് എന്റെ എല്ലാവിധ നന്ദി. താങ്ക് യു.